ദീനിൻ്റെ പേര് സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുക. അള്ളാഹുവിനാൾ അനുസരിക്കുന്ന കണ്ടോ ഓൻ ഏത് കൂട്ടത്തിൽപ്പെട്ടതാട്ടെ. ആളുകൾ പലരും ഐക്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്ന ഏതെങ്കിലും സംഘടനയെ ചേരാൻ, ഏതെങ്കിലും കക്ഷി ചേരാൻ, അങ്ങനെയല്ല. ഐക്യം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേയല്ല. നിങ്ങളെല്ലാവരും എൻ്റെ കക്ഷിയാവുക എന്നുള്ളതല്ല ഞാൻ ഐക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൗഹീദുള്ളവരുടെ ഐക്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കാനല്ല. നീ എൻ്റെ വാക്ക് കേട്ടാലും ഇല്ലെങ്കിലും, എൻ്റെ സദസ്സിൽ വന്നാലും ഇല്ലെങ്കിലും, അതാണ് തൗഹീദുള്ളവരുടെ ഐക്യം എന്നുള്ളത്. എല്ലാവരും കൂടി ഒരു സംഘടന ഉണ്ടാക്കുക, എല്ലാവരും കൂടി ഒരു കക്ഷിയാവുക, ഇതല്ല. അത് കൂടുതൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ചെയ്യുക. അതല്ല നമ്മൾ പറയുന്ന ഐക്യം. ചില ആൾക്ക് തെറ്റിദ്ധാരണ. അങ്ങനെയല്ല. ദീനിൻ്റെ പേര് സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുക. അള്ളാഹുവിനാൾ അനുസരിക്കുന്ന കണ്ടോ ഓൻ ഏത് കൂട്ടത്തിൽപ്പെട്ടതാട്ടെ. റബ്ബിനനുസരിക്കുന്നുണ്ട്. കൂട്ടത്തിൽപ്പെടുന്ന കൂട്ടത്തിലെ വലാലത്ത് ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. അവൻ ദീനും മര്യാദക്ക് പുലർത്തുന്നുണ്ട് എങ്കിൽ അവൻ നിന്നെ എതിർത്താൽ പോലും നിനക്ക് അവനോട് സ്നേഹം ഉണ്ടാവും. ചിലപ്പോൾ നിന്നോട് വ്യക്തിപരമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കുഴപ്പമില്ല, ബസ് ഒരു പ്രശ്നമില്ല. നിന്നോട് യോജിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ അംഗീകരിക്കുന്നു, ഒരിക്കലുമില്ല. നീ എന്നോട് യോജിച്ചാലും യോജിച്ചാലും വേണ്ടില്ല. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മൾ ഒറ്റ കൈയാവും. പൗരോഹിത്യത്തിൻ്റെ ആളുകൾ അവരുടെ പ്രസംഗങ്ങളിൽ പറയുകയാണ്, നമ്മളിതാ ഒരുമിക്കാൻ പോകണം, നമ്മളല്ല ഒരു ആദർശമാണ്. അവരാകട്ടെ സർവ്വ ഭിന്നിപ്പിൻ്റെയും ആദർശം പേറുന്നവരാണ്. അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഊരൈക്യവുമില്ല. അള്ളാഹു യഹൂദരെ കുറിച്ച് പറഞ്ഞതുപോലെ തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ. നീ അവരെ കണ്ടാൽ വിചാരിക്കും ഒറ്റക്കെട്ടാണ്. ഒരുത്തൻ ഒരു ജാറത്തിൻ്റെ ആളാണ്, മറ്റൊരുത്തൻ മറ്റൊരു ജാറത്തിൻ്റെ ആളാണ്. ഒരുത്തൻ ഒരു മാലയുടെ ആളാണ്, മറ്റൊരുത്തൻ മറ്റൊരു മാലയുടെ ആളാണ്. നമ്മൾ ഒരു റബ്ബിൻ്റെ അടിമകളാണ്. അള്ളാഹുവിനോടല്ല നമ്മൾ ഒരാൾ തേടുന്നില്ല.